വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ, ഈ ധന്യമായ ചടങ്ങിൽ ഭാഗമാവുന്നത്. നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ പ്രവർത്തന രംഗത്ത് മലബാറിൽ ഒരു പുതിയ തുടക്കമായി ഈ ഷുഹൈബ് കൾച്ചറൽ സെൻ്ററിൻ്റെ പ്രവർത്തനം മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതൊരു ചെറിയ തുടക്കമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ വരുംകാല പ്രവർത്തനങ്ങളിൽ, അതിൻ്റെ വളർച്ചയിൽ, അതിൻ്റെ ഉയർച്ചയിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു വലിയ കൂട്ടായ്മയായി ഈ ഷുഹൈബ് കൾച്ചറൽ സെൻട്രൽ നാളുകളിൽ ഇതിൻ്റെ പ്രവർത്തനം വളർന്നു വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ന് ഒരു കടുകുമണി എറിയുന്നത് പോലെയുള്ള ഈ ഒരു സംരംഭം നാളെ ഒരു കാട്ടുതീയായി കേരളമാകെ കത്തിപ്പടർന്ന് കോൺഗ്രസിന് വെളിച്ചം പകരുന്ന, കോൺഗ്രസിന് ഇന്ധനമാവുന്ന, കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് ഊർജമാകുന്ന ഒരു പ്രസ്ഥാനമായി ഈ ഷുഹൈബ് കൾച്ചറൽ സെൻട്രൽ മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പ്രിയങ്കരനായ നമ്മുടെ സഹപ്രവർത്തകനും സുഹൃത്തുമൊക്കെയായിരുന്ന ഷുഹൈബ്, ആ ഷുഹൈബിൻ്റെ ഓമനത്തും തുളുമ്പുന്ന മുഖം, അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നൊരിക്കലും മാഞ്ഞു പോവാതെ പതിഞ്ഞു കിടക്കുകയാണ്. ആ ഷുഹൈബിനെ ഇല്ലാതാക്കിയ കിരാതന്മാർക്കെതിരെയുള്ള ഒരു പടയോട്ടം കൂടിയായി നമ്മളുടെ ഈ പ്രവർത്തനം മാറണം. അതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് നമ്മളൊരു ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. 1921 നടന്ന മലബാർ സമരം അത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുമൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നു. മഞ്ചേരി രാമയ്യർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി കോൺഗ്രസിൽ അംഗത്വമെടുത്ത ആളാണ് വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. മഹാത്മാഗാന്ധിജിയും അലി സഹോദരന്മാരും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടന്ന ഖിലാഫത്ത് സമ്മേളനത്തിൽ പങ്കെടുത്ത് ആയിരങ്ങളെ ആ സമ്മേളനത്തിലേക്ക് ആനയിച്ചുകൊണ്ട് പ്രകടനത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന ആളാണ് നമ്മുടെ ഈ നാട് ആദരിക്കുന്ന പ്രിയപ്പെട്ട ആലി മുസ്ലിയാർ എന്ന് പറയുന്ന നമ്മുടെ ഈ സെമിനാർ ഇന്ന് സംഘടിപ്പിക്കുന്ന നമ്മുടെ ഈ നാടിൻ്റെ ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിട്ടുള്ള അദ്ദേഹം ആ ഖിലാഫത്ത് സമ്മേളനത്തിന്റെ സംഘാടകനായിരുന്നു. അത് വിജയിപ്പിച്ച ആളായിരുന്നു. അങ്ങനെ ഖിലാഫത്ത് മൂവ്മെന്റിലൂടെ ദേശീയ പ്രസ്ഥാനത്തിൽ സജീവധാരയിൽ, മുഖ്യധാരയിൽ ഉണ്ടായിരുന്ന ആളാണ് പ്രിയപ്പെട്ട ആലി മുസ്ലിയാരും ചെമ്പ്രശ്ശേരി തങ്ങളും വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ. അവരെയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുന്നതിന് വേണ്ടിയുള്ള ഭരണകൂടങ്ങളുടെ പരിശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ അവർ നടത്തിയിട്ടുള്ള ധീരമായ പോരാട്ടങ്ങളുടെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ചരിത്ര സെമിനാറുകൾ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസക്തമായ ഒരു സെമിനാർ സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരായ മുഴുവൻ സഹപ്രവർത്തകരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് 3 വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് ഇവിടെ 3 സെമിനാറുകൾ പ്രബന്ധങ്ങൾ തന്നെ അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ്. അത് നമ്മുടെ ഈ ആലി മുസ്ലിയാർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ നേർക്കുള്ള ഏറ്റവും വലിയ ഒരു വെളിച്ചം വീശലായി അത് മാറട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഷുഹൈബ് കൾച്ചറൽ സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ മനോഹരമായി ഈ പരിപാടി ചിട്ടപ്പെടുത്തിയ ഇതിന്റെ സംഘാടകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.